ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയബാലൻ ഇങ്ങനെ അവരോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആ പിച്ചക്കാരൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ പിച്ചക്കാരനോട് പേരൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പേരൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ദേ ആയിരിക്കുന്ന കുട്ടിയില്ലേ, ആ കുട്ടീനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ മുതലാളി ഇങ്ങനെ പറയണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ തമിഴിൽ, നീ തമിഴനാണോ, ഒരു കാര്യം ചെയ്യും, നിനക്ക് ആ പെൺകുട്ടി തീരുമാനം ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഗംഗക്ക് ആകെ ഞെട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ വേണ്ട വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. എന്നിട്ട് ജയപാലൻ വന്നിട്ട് പറയാണ്, കണ്ടില്ലേ പിച്ചക്കാരന് പോലും വേണ്ട അവളെ, അയ്യോ വല്ലാത്തൊരു കഷ്ടം തന്നെ. നിന്റെ മക്കളെ 4 ഞാൻ തന്നെയാണ് പടിയിറക്കി വിടേണ്ടതായിരുന്നു, പക്ഷേ നിന്റെ അഹങ്കാരമാണ് അത് ഇല്ലാതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ജയപാലൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഗംഗ സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പം വീണ്ടും ജയപാലൻ പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യേണ്ടത് ഞാനാണ് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ടത്. പക്ഷേ നീ എന്നെ ശത്രുവാക്കി മാറ്റി, നീയും നിന്റെ മക്കളും കൂടിയിട്ട് 3 മക്കളും കൂടിയിട്ട് എന്നെ ശത്രുവായിട്ട് മാറ്റി. ഇനി ജയപാലൻ വെറുപ്പിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ജയപാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് കമ്പിവേലി വളച്ചിട്ട് കാവേരി അകത്തേക്ക് കിടക്കാണ്. കാവേരി ഇതൊക്കെ ചെയ്യണിട്ട് നിവിൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ പോവുകയാണ്. അന്നേരം നിവിൻ വരാതാകുമ്പോൾ ഒന്ന് വാ നിവിൻ, വേഗം വാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് നിവിനും അങ്ങനെ കാവേരിയുടെ ബാഗിൽ കൂടെ അങ്ങോട്ട് ചെല്ലാണ്. ഈ സമയത്ത് നമ്മളെ വിനീത നടന്നുണ്ടെങ്കിൽ അമ്മേ വാതിൽ തുറക്കമ്മേ വാതിൽ തുറക്കുന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം സുജാത ഒന്നും മിണ്ടാതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേടി ചായ ഉണ്ട് എന്ന് ഗീതനോട് പറയാണ് കേട്ടോ. ഗീത കൂലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടേ. അങ്ങനെ അമ്മേ ഇത് ശരിയാവും അമ്മ എന്ന് ചോദിക്കുക. എന്താ കാര്യം? അല്ല ഇവനിങ്ങനെ ഒച്ചയും ബഹളം എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കേട്ടാലോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇനി ആരെങ്കിലും വന്നാലോ, ആദ്യം സലീമിക്ക് വന്നില്ലേ, പിന്നെ നിവിൻ വന്നില്ലേ, അപ്പോൾ പിന്നെ ഇനി ആരെങ്കിലും വന്നാലോ, അതിന് വന്നാലെന്താ കണ്ട വഴി ഓടിക്കും ഞാൻ പറയട്ടെ. പക്ഷെ അവർ കേസ് കൊടുത്താലോ, പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെ. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് സുജാത പറയണ്ട, നീ എങ്ങാനും അവിടെ കിടന്ന് ഒച്ചയും വിളി എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇല വീഴുന്നൊരു ഒച്ചയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം ഞാൻ കൊളുത്തും. മണ്ണെണ്ണയിൽ കുളിച്ച് നിൽക്കുകയാണ്, ഒരക്ഷരം പോലും നീ അവിടെ നിന്നും മിണ്ടരുതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദിവ്യനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പം എങ്ങനെയുണ്ടടി, എൻ്റെ ഐഡിയ ഏറ്റില്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗീതയും കരയുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ അമ്മനെ ഇല്ലാതാക്കരുതടാന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം പറഞ്ഞ് നിൻ്റെ കാശിലാണ് കുറച്ചും കൂടെ ഏറ്റതെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതേ സമയം കാവേരിയും നിവിനും കൂടിയിട്ട് അവിടെ വന്നിങ്ങനെ നോക്കാണ് കേട്ടോ, ഏത് മുറിയിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു മുറി കാവേരി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് കണ്ടെത്താണ്. എന്നിട്ട് നിവിനാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ പോയിട്ട് ഒരു ഏണിയൊക്കെ എടുത്തുകൊണ്ട് വരും. ഇത് എവിടെ നിന്ന് കിട്ടി? ആ പശുത്തൊഴുത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണ്ടാവുന്നു. സാധാരണ ഓടും വീടൊക്കെ ആകുമ്പോഴേ ഓടൊക്കെ ഇളകിപ്പോണല്ലേ എപ്പോഴും, അതുകൊണ്ട് എന്തായാലും ഒരു കോണി ഉണ്ടാവും എനിക്കറിയാം. അങ്ങനെ കാവേരി അതിൻ്റെ മുകളിൽ പിടിച്ച് കയറുമ്പോൾ നിവിൻ പറയാം, കുട്ടിക്ക് ഭാവി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണേ. അപ്പോൾ വിനീത് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിനീതേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണേ. അപ്പോൾ ആദ്യം വിനീത് എവിടെ നോക്കിയിട്ടും ആളെ കാണില്ല കേട്ടോ. വേഗം നോക്കുമ്പോൾ ഇവർ 2 പേരും ഇങ്ങനെ ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് കാവേരി പറയാണ്, അതെ വിനീതേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെന്ന് പറയട്ടോ. അപ്പോൾ വിനീത് പറഞ്ഞു, ഇന്ന് ഇത്രയും ബുദ്ധിമുട്ടി ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വന്നതിൽ നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് കൂടെ വരാൻ കഴിയില്ല എന്ന് പറയാം കേട്ടോ. അന്നേരം കാവേരി ആകെ ഞെട്ടിപ്പോണ്, വിനീതേട്ടാ എന്തീ പറയുന്നത്? അപ്പോൾ നിവിനും പറയുന്നുണ്ട്, നീ വാക്ക് കൊടുത്തത് ഓർമ്മയില്ലേ, നിന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടില്ലേ ആരൊക്കെ എതിർത്താലും ഗംഗയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ നീ വാക്ക് മാറ്റാണോ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വരാൻ പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് വിനീത് പറയാണ്. ഇത് കേട്ടിട്ട് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ നിവിന്. അപ്പോൾ കാവേരി പറയാണ്, ഗംഗ ചേച്ചി അവിടെ ഒരുങ്ങിയിരിക്കുകയാണ് വിനീതേട്ടാ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിവിനും പറയുന്നുണ്ട്, എടാ നീ ഞങ്ങളെ കൂടെ വായു എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിനീത അവസാന വാക്കെന്നോണം പറയുകയാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നിവിന് ദേഷ്യം വന്നിട്ട് നിവിൻ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. എടാ എനിക്ക് എന്താടാ ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ചിട്ടാണ് അവിടെ കളിക്കുന്നത്, അവിടെ ഒരു പെൺകുട്ടി ഒരുങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയാണ്. അപ്പോഴേക്ക് കാവേരി ഇടപെട്ടിങ്ങായിട്ട് നിവിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വിനീത് പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഞാൻ കാരണം ഗംഗയ്ക്കൊന്നും സംഭവിക്കരുത്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. മറ്റാരേക്കാളും കൂടുതൽ ഗംഗയെ സ്നേഹിക്കുന്ന ആളല്ലേ ഞാൻ. അവളുടെ ജീവിതം നശിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ മണ്ണെണ്ണയും തീപ്പെട്ടിയായിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ് എൻ്റെ അമ്മ. ആ അമ്മരെ ശവത്തിൽ ചവിട്ടിയിട്ട് വേണം എന്നോട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാടാ ഞാൻ അങ്ങനെ പോകാം? അങ്ങനെ ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ശവമാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനും ഗംഗ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുക, എനിക്കത് കഴിയില്ലടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാം കേട്ടോ. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവാണേ.
അപ്പോൾ സുജാത അറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബ്രോ, എനിക്കറിയില്ലടാ, ഗംഗയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം തന്നെ നിവിൻ്റെ അടുത്തേക്ക് ചെന്നിങ്ങാണ്ട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ കാവേരിനോട് നിവിൻ പറയും, വാ നമുക്കിനി പോകാം, നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അയ്യോ അതെങ്ങനെയാ ശരിയാവാ, അതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കണ്ടേ. എന്ത് തീരുമാനം എന്ന് പറഞ്ഞിട്ട് കാവേരി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതായത് നിവിനെ വെള്ള ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് നിവിൻ്റെ വേഷത്തിൽ വിനീതിനെ പുറത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ഐഡിയ കാവേരി പറയുകയാണ്. അപ്പോൾ അത് ഓക്കെ ആവാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറാക്കാം എന്ന് നിവിൻ പറയാണ്. അങ്ങനെ നിവിൻ ആ ഒരു വിനീതിൻ്റെ വേഷത്തിൽ അകത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കയറുമ പിടിച്ച് കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ വിനീതിനോട് നിവിൻ പറയും, ബ്രോ എന്നോട് പിണങ്ങലടാ, ക്ഷമിക്കണേട്ടാ എന്ന് പറയാൻ കേട്ടോ. അതിന് നിന്നോട് ഞാൻ പിണങ്ങിയിട്ട് വേണ്ടേ ബ്രോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതേ സമയം ഗംഗയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഗംഗ പുറത്തേക്ക് ഇറങ്ങുന്നത് ആരും കാണുന്നില്ല. അവിടെ ഒന്നും കണ്ടിട്ട് ഇങ്ങനെ പതുക്കനെ ഗംഗ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കാവേരി ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഓട് ഇറങ്ങി ഇങ്ങനെ അടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നിവിൻ്റെ ആ ഒരു ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് നമ്മളെ വിനീതും താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് നിവിൻ്റെ വണ്ടിയിൽ പോവുകയാണ്. ഇതേ സമയം സുജാതയ്ക്ക് നമ്മളെ കാവേരിയുടെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്ന പോലെ തോന്നണം. ഏതോ ഒരു പെണ്ണിൻ്റെ സൗണ്ട് കേട്ട പോലെ തോന്നിയില്ല. അമ്മയ്ക്ക് തോന്നിയതാവും. ഇല്ല, എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ടു, നീ ഒന്ന് ചെന്ന് നോക്കിയെന്ന് പറയുകയാണേ. അങ്ങനെ ഗീത പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഇതേ സമയം നമ്മളെ ഗംഗയാണെന്നുണ്ടെങ്കിൽ റോട്ടിൽ കൂടെ കല്യാണ വേഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. എന്താ കല്യാണ പെണ്ണായിട്ട് പോകുന്നത് കാണുമ്പോൾ ആൾക്കാർക്കൊരു അമ്പരപ്പാണല്ലോ. അപ്പോൾ ഗംഗ വേഗം തന്നെ തലയിൽ കൂടെ തലപ്പൊക്കെ എടുത്തിട്ടിട്ട് പോകും. ഇതേ സമയം നമ്മളെ ഗീത വന്നു കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കോണി ഇരിക്കുന്നത് കാണട്ടെ. ഈ കോണി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിണറിൻ്റെ അവിടേക്ക് ചെല്ലാണ്. അപ്പോൾ കിണറിൻ്റെ അവിടെ കയറുമില്ല. ഇത് കണ്ടിട്ട് വേഗം തന്നെ ഗീത അകത്തേക്ക് ഓടാണ് കേട്ടോ. അകത്തേക്ക് ഓടാൻ നിൽക്കുമ്പോഴേക്കും നിവിൻ്റെ വണ്ടി പോണത് കാണാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേനും വേഗം തന്നെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയണം, അമ്മേ അതെ ഒരു വണ്ടി പോണത് കണ്ട്, ആ നിവിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു, നിവിനെങ്ങാനും വിനീതിനെ കൊണ്ടുപോയിട്ടുണ്ടാവോ. അപ്പോൾ വേഗം തന്നെ സുജാത ചെന്നിട്ട് താക്കോലിൻ്റെ ഒരു ഹോളിൽ കൂടെ നോക്കും. അവിടെ കാണുന്നുണ്ട് കേട്ടോ, വെള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട്. അവൻ ഇവിടെ ഉണ്ടടി എന്ന് സുജാത ആശ്വാസത്തോടുകൂടി പറയേ. ഇതേ സമയം വിനീതും കാവേരിയും കൂടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുകയാണ്. എന്നാലും കാവേരിക്ക് ഓടൊക്കെ കയറി നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ ഓട് കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടാന്ന് പറയും. അപ്പോൾ കാവേരി പറയും, ഇപ്പം തൽക്കാലം ഒരു പ്രാവശ്യം കയറിയില്ലേ, ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറി ഇറങ്ങൊക്കെ ചെയ്താൽ മതി, അപ്പോൾ ശീലമായിക്കോളും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മളെ ഗംഗനെ തന്നെയാണ് കേട്ടോ. ഗംഗ ഇങ്ങനെ ചാടാനായിട്ട് പുഴയിൽ ചാടാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ അമ്പലത്തിൽ നിളമോള് വന്നിട്ട് അമ്മനോട് പറയണം, അമ്മേ ഗംഗ ചേച്ചൻ അവിടെ ഒന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ നിന്നെയല്ലേടി ഞാൻ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുകയാണെ. അപ്പോൾ ഫ്രണ്ട്സ് വന്ന് വിളിച്ചപ്പോൾ ഞാൻ പോയി അമ്മയെന്ന് പറഞ്ഞിട്ട്, നിന്നോട് പോകാൻ ആര് പറഞ്ഞു, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാ. ഗംഗ ചേച്ചി എന്നെ നിർബന്ധിച്ച് പറഞ്ഞത് 5 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ ഗംഗ ചേച്ചൻ അവിടെ കാണാനില്ല എന്ന് പറയുമ്പോൾ നമ്മളെ യമുനയും പേരുണ്ട് കേട്ടോ. അമ്മ അവളെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം, ഇനിയിപ്പോൾ സംഭവിച്ച് സമ്മതിച്ചില്ലേ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയട്ടോ. നോക്കിക്കോ, നിങ്ങളൊക്കെ കൂടി നോക്കിക്കോ, എനിക്കൊന്നും നോക്കാനില്ല, ഞാനൊന്നും നോക്കുന്നില്ല, എനിക്കിനി വയ്യ, താങ്ങാൻ പറ്റാത്ത ഭാരം ഞാനെടുത്ത് തല വെച്ചിരിക്കുക, എന്നിട്ടും എനിക്ക് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കുറച്ച് ബന്ധുക്കളില്ലാത്തതുകൊണ്ട് ബന്ധുക്കൾ വേണമെന്ന് വിചാരിച്ചിട്ട് ഒരു കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ അതുമില്ല ഇതുമല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായില്ലേ. ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്നറിയാലോ, നിങ്ങൾ നോക്കിക്കോ, 4 പെൺകുട്ടികളായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ 4 പെൺകുട്ടികളെയും കൂടെ എനിക്ക് വീട്ടിൻ്റെ ഈ അമ്പലത്തിൻ്റെ പടി ഇറങ്ങാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ യമുനയ്ക്കൊക്കെ ആകെ വിഷമാവാം കേട്ടോ. അവളെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചോളാം പറയാം. അങ്ങനെ യമുന വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. അപ്പോൾ പിന്നെ ഗംഗയാണെന്നുണ്ടെങ്കിൽ അവിടെ പുഴയുടെ വക്കത്ത് നിന്നിട്ട് ഇങ്ങനെ കരയുമ്പോൾ ആലോചിക്കുകയാണ്, വിനീതേട്ടനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിനീതേട്ടനെ എന്ത് സംസാരിക്കാനാ, പരസ്പരം തയ്യലിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പറക്കണ വെച്ചാൽ പല ജീവിതങ്ങൾ കാണാം, പല സ്ഥലങ്ങൾ കാണാം, പല ആൾക്കാരെ പരിചയപ്പെടണം എന്നൊക്കെ പറയണതൊക്കെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ പിച്ചക്കാരന് പോലും വേണ്ടാന്ന് ജയപാലൻ പറഞ്ഞതൊക്കെ ആലോചിക്കാനിട്ടോ അവിടെ നിന്നിട്ട്.
അങ്ങനെ വിനീതും കാവേരിയും കൂടിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഗംഗേച്ചി പാപം 3ാമത്തെ കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കില്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അപ്പോൾ ഓളരെ വക്കിൽ ഗംഗ നിൽക്കുന്നത് കാവേരി കാണാണ്. അപ്പോൾ വിനീതേട്ടാ വണ്ടി നിർത്തുമെന്ന് പറയാണ് കേട്ടോ കാവേരി. വിനീതാണെന്ന് വെച്ചാൽ വണ്ടി നിർത്തിയ വഴിക്ക് ഗംഗനെ കാണാണ്. ഇറങ്ങി ഓടുകയാണ് വിനീത്. അതിൻ്റെ പിന്നിൽ കൂടെ കാവേരിയും കൂടെ പോകുന്നുണ്ട്. ഇതേസമയം അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ ഗംഗനെ കാണാത്ത വിഷമാണ്. അമ്മേ, ഗംഗ ചേച്ചിന് ഇവിടെ ആരും കാണുന്നില്ല, പുറത്തു പോയതും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം രാധമ്മ പറയുന്നുണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ, ആൾക്കാർ പോയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ശാരദയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എനിക്കിനി വയ്യ, എനിക്കിനി ഇതൊന്നും താങ്ങാൻ വയ്യ, എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടണം, ബന്ധവും വേണ്ട കല്യാണം വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം ഗംഗയാണെന്നുണ്ടെങ്കിൽ പറയണം അച്ഛാ ഞാൻ അങ്ങോട്ട് വരികയാണ് അച്ഛാ, എനിക്ക് പറക്കണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, ആരുടെ സഹായം ഇല്ലാതെ തന്നെ ഞാനിപ്പോൾ പറക്കാൻ പോകുകയാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടാനായിട്ട് ഇങ്ങനെ കാലിങ്ങനെ എടുത്തു വെക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയിട്ട് ഇന്ന് എപ്പിസോഡുകൾ രണ്ട് എപ്പിസോഡുകളും കഴിയാണ് കേട്ടോ. പിന്നെ വീക്കെൻഡ് പ്രമോണ് കാണിച്ചിട്ടുള്ളത് ജയപാലൻ കല്യാണം നടക്കൂല എന്ന് വിചാരിച്ച് തിരിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സമയത്താണ് വിനീതും കാവേരിയും കൂടിയിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നത്, അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. കാവേരിയാണ്, ഞാൻ ഒരു കാര്യത്തിൽ പോയിട്ടുണ്ട്, കുറച്ച് സമയത്ത് ഞാനില്ലാതിരുന്നെങ്കിൽ കൂടിയിട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ജയപാലൻ കുറേ കുറ്റങ്ങളൊക്കെ പറയും. അപ്പോൾ എന്തായാലും വരം വരാതെ കല്യാണം നടക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ വിനീത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ജയപാലൻ ആകെ ഞെട്ടുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഗംഗനെയും ഇറക്കി കൊണ്ടുവരികയാണ്. ഇതൊക്കെ കാണുമ്പോൾ ജയപാലൻ ആകെ നാണം കെട്ട പോലെയാവും. അങ്ങനെ വിനീത് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. അങ്ങനെ താലി കെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്ക് സുജാതയും ഗീതയും കൂടെ വരുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ വരുമ്പോൾ തന്നെ വിനീത് ഗംഗയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഒരു ധൈര്യം കൊടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡും പ്രമോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.